വിളിച്ച് ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് 1,00,000 രൂപയാവും, 2,00,000 രൂപയാവും, 3,00,000 രൂപയാവും. ഇങ്ങനെയൊക്കെ ഒരു റേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഓർത്തിരുന്നത് ഇങ്ങനെ സംസാരിക്കും നമ്മുടെ എന്താ അവസ്ഥയെന്ന് അവർ കേൾക്കുന്നില്ല. സ്റ്റാർട്ടിങ് 0 എന്ന് പറയുമ്പോൾ അവരുടെ എമൗണ്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് എന്തോ ഒരു ഇതുപോലെ, കാര്യം നമ്മുടെ അവസ്ഥ കേൾക്കാതാണ് അവർ പറയുന്നത്. പക്ഷെ സ്വാമി ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടു. അതാണ് എനിക്ക് ഭയങ്കര വിശ്വാസമായ കാര്യം. ഒരു ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ പനിയാന്ന് പറയുമ്പോൾ എന്തൊക്കെ അസ്വസ്ഥത ഉണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലേ മരുന്ന് കുറിക്കുന്നത്. ഇത് പനിയെന്ന് പറയുമ്പോഴത്തേനും അവരൊരിത് പറയുക പോവുക, അതായിരുന്നു എല്ലായിടത്തും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി അന്ന് ഞാൻ വിചാരിച്ചാണ് 21 ദിവസം അല്ല, അത് മുന്നോട്ടും ഞാൻ ചെയ്തു പോകും. പക്ഷേ അത് സക്സസ് ആവും എന്നൊരു വിശ്വാസം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇത്ര പെട്ടെന്നാവുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചാണ് എനിക്ക് കിട്ടുന്നതിലൊരു വിഹിതം. അത് ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നൊരു കാര്യമാണ്, എനിക്ക് കിട്ടിയ ഒരു പെർസെൻറ്റേജ് ഞാൻ അവിടെ എന്നെ കൊണ്ട് കഴിയുന്നത് എന്ന് വെച്ചാൽ പറയാമല്ലോ. ഇപ്പം നമ്മൾ ചെറിയ രീതി സീറോയിൽ നിന്ന് ഇപ്പോൾ എൻ്റെ രണ്ട് വണ്ടിയുണ്ട്. 2 വണ്ടി ഇപ്പോൾ പണയം വെച്ചേക്കുക. അടുത്ത മാസം 10-ാം തീയതി എടുക്കാം. അവരെന്നെ കൊണ്ട് വിളിയാം. അപ്പം ഇതെല്ലാം എനിക്ക് കാര്യം അന്ന് വർക്കുള്ള സമയത്ത് എല്ലാം ചെയ്തു വെച്ചു. പക്ഷേ ലാസ്റ്റ് വന്നപ്പോഴത്തേനും EMI കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടോട്ടലി സീറോ എന്ന് വെച്ചാൽ -0 ആയിപ്പോയി. ആ ലെവലായിപ്പോയി. അങ്ങനെ ഞാൻ വണ്ടിയെല്ലാം പണയം വെച്ചത്. ഇപ്പം ഞാൻ ഇങ്ങനെ എന്താ പറയുക, നമുക്ക് ഒരു പടി ഇങ്ങനെ കൈ ഉയർത്തി മേളിലോട്ട് വരണം. അതിനനുസരിച്ച് ഞാൻ ഉയരുന്നതിനനുസരിച്ചൊന്നല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്വാമിക്കുള്ളത് ഞാൻ അവിടെ തന്നിരിക്കും. അത് ഞാനായിട്ട് പ്രാർത്ഥിച്ചപ്പോഴേ മനസ്സ് വിചാരിച്ചൊരു കാര്യം. അത് തന്നെ ഒരിക്കലും ഞാൻ മറക്കത്തില്ല. അത് ചെയ്തിരിക്കും. കാര്യം എൻ്റെ ഇത്രയും വർഷത്തിൽ ഒരുപാട് അമ്പലങ്ങളിൽ പൂജ ചെയ്ത് എൻ്റെ ജാതകം നോക്കി പറഞ്ഞാൽ അത് ശരിയല്ല, ഇപ്പം ശരിയല്ല, അടുത്ത വർഷം ശരിയാവുന്നു. പക്ഷെ എന്നിട്ടെല്ലാം നിമിഷ നേരം കൊണ്ട് എനിക്കെല്ലാം ഇതാക്കി തന്ന ഭഗവാൻ ഭയങ്കര പവർഫുള്ളാണ്. പറയാതിരിക്കും. ഇന്നലെ ഞാൻ വൈകുന്നേരം എൻ്റെ അമ്മയോട് ഞാനിത് പറഞ്ഞാണ്. അപ്പോൾ അമ്മയും പറഞ്ഞിടാ അങ്ങനെയൊക്കെ നടന്നു. ഞാൻ പറഞ്ഞമ്മയാ കുട്ടി കരിങ്കുട്ടി പഞ്ചമാൻ നിറമുള്ളവനെ കൊടുമുടിയും പവിഴച്ചുണ്ടും തിരുനിറം ചെങ്കുണ്ണി പോലെ കണ്ണും 16 തൃക്കൈയിൽ 18 ആയുധവും കിങ്ങിണിയും മുൻപുരക്കോലും ഇങ്ങനെ അണിഞ്ഞിരിക്കും കരിങ്കുട്ടി.